Good morning, sir. Good morning, all. നമ്മൾ പുതിയൊരു സെഷൻ സാർ അതിനെപ്പറ്റി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നതെന്ന്. അതിനു മുമ്പ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് കനകമ്മ. 30 വർഷം നഴ്സിംഗ് സർവീസിൽ ഉണ്ടായിരുന്നു. അതിൽ 18 വർഷം ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിൽ പേഷ്യന്റുമായിട്ട് ഇടപെട്ട് ഒരുപാട് ലൈഫ് ടച്ച് ചെയ്യാൻ പറ്റി. പക്ഷെ അതിനേക്കാൾ ഉപരി ന്യൂട്രീഷൻ സപ്ലിമെന്റ്സിനെ കൊണ്ടാണ് അതിനേക്കാൾ കൂടുതൽ ലൈഫിലേക്ക് എത്താൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതുകൊണ്ട് എനിക്ക് എന്നെ രക്ഷിച്ചെടുക്കാൻ പറ്റി. ഞാൻ പഠിച്ച കോഴ്സുകൾ ഒന്നും എനിക്ക് പ്രയോജനപ്പെട്ടില്ല. 50ഓളം ഷോർട്ട് കോഴ്സുകൾ ചെയ്തിട്ടാണ് ഞാൻ എന്നെ മെഡിക്കൽ ഫീൽഡിൽ പിടിച്ചു നിർത്തിയത്. അത് മറ്റൊന്നുമല്ല, ഡോക്ടേഴ്സിന്റെ എഡ്യൂക്കേഷൻ കൂടുന്നതനുസരിച്ച്, സയൻസ് മാറുന്നതനുസരിച്ച് പബ്ലിക്കിന് സർവീസ് കൊടുക്കണമെങ്കിൽ, നമ്മൾ നിലനിന്ന് പോകണമെങ്കിൽ, നമുക്ക് ജോലിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമെങ്കിൽ, ഇതൊക്കെ ആ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉയർത്തിക്കൊണ്ട് വന്നാൽ മാത്രമേ നാളെ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുകയുള്ളൂ, പോകുന്നതിനൊരർത്ഥമുള്ളൂ. ഇന്നലകളെ റിവൈൻഡ് ചെയ്യുമ്പോഴും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെങ്കിൽ പേഷ്യൻസിന് ബെനിഫിറ്റ് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പറയണം, പറഞ്ഞു കൊടുക്കണം, അവരുടെ സംശയ നിവാരണം ചെയ്യണം. അപ്പൊ അത് ഒരു സ്റ്റുഡിയസ് മെന്റാലിറ്റിയോടുകൂടി നല്ലൊരു സ്റ്റുഡന്റ് എപ്പോഴും MD ചെയ്ത് ക്ലാസ്സിലിരിക്കുന്ന ഒരു ഹാബിറ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റി. അത് തന്നെയാണ് ഇവിടെ വീരാങ്കന RCMൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് വീരാങ്കന ക്ലബിലേക്ക് വന്നപ്പോൾ അത് തന്നെയാണ് വീരാങ്കന ക്ലബിൽ ആദ്യം പഠിപ്പിച്ചതും. നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്, ഇന്നലകളിൽ നിങ്ങൾ ആരായിരുന്നു എന്നുള്ളത് ഒരു നിബന്ധനയില്ലാത്ത കാര്യമാണ്. ഇന്നലകളിൽ കഴിഞ്ഞു പോയതാണ്. അപ്പൊ ഇനി നിങ്ങൾ മുന്നോട്ട് എന്താകണമോ അതിന് നിങ്ങളെ സഹായിക്കുന്ന ക്ലാസ്സുകൾ ഇവിടെ കിട്ടും. പക്ഷെ അവിടെ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, നിങ്ങളെ തന്നെ MD ചെയ്തിട്ട് അവിടെ ഇരിക്കണം. ഒഴിഞ്ഞ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ച് നിറയ്ക്കുന്നത് പോലെ നമ്മൾക്ക് ഓരോ ദിവസവും കിട്ടുന്ന നോളജ് പുതുതായിട്ട് കിട്ടുന്നതാണ്. അപ്പൊ പഴയത് മാറ്റേണ്ടത് മാറ്റുക, പുതിയത് ചെയ്യേണ്ടത് ചെയ്യുക. ഇപ്പം പ്രോട്ടീനെ പറ്റി പറയുമ്പോൾ ആദ്യകാലങ്ങളിൽ ഞാൻ കേട്ടത് തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ഉള്ള ആൾക്കാർക്ക് പ്രോട്ടീൻ കൊടുക്കരുതെന്നാണ്. ആദ്യം ഇട്ട ഒരു നോളജ് ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ അത് തിങ്ങി നിറഞ്ഞു കിടപ്പുണ്ട്. പലരോടും ചോദിക്കുമ്പോൾ തൈറോയിഡ് ഉള്ളത് കൊണ്ട്, RCMൽ ഓൾറെഡി എക്സിസ്റ്റിംഗ്, ഈ ഇരിക്കുന്ന വേദിയിലുമുണ്ട്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാര് തൈറോയിഡ് ഉള്ളത് കൊണ്ട് കഴിക്കുന്നില്ല എന്ന്. ഈ തൈറോയിഡിന്റെ പ്രശ്നം കാരണം അത് ഡ്യൂപോണ്ടിനെ ഇൻഫോം ചെയ്ത്, ഡ്യൂപോണ്ട്, അമേരിക്കനിലെ ഡ്യൂപോണ്ട് കമ്പനി നമുക്കൊരു പ്രത്യേക സ്റ്റഡി നടത്തിയിട്ട് തൈറോയിഡ് ഡിസ്ഫങ്ഷൻ ഉള്ള ആൾക്കാർക്ക് പ്രോട്ടീൻ കൊടുത്തിട്ട്, ഐസൊലേറ്റഡ് സോയ പ്രോട്ടീൻ കൊടുത്തും അല്ലാതെയും ഒരു 2020 ബൈ ഹാൻഡ് സ്റ്റഡി എന്ന് പറയും, അവരത് ബ്ലെൻഡ് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ട് റിപ്പോർട്ടിൽ 0.37% നെഗ്ലിജിബിൾ ചേഞ്ച് ആണുള്ളത്. അതുകൊണ്ട് തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് ഇത് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഞാൻ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തും കണ്ടിട്ടുണ്ട്. തൈറോയിഡ് പേഷ്യന്റ് എക്സ്ട്രീം ക്ഷീണം പറയുന്ന സമയത്ത് അവർക്ക് പ്രോട്ടീൻ എഴുതി കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് പക്ഷെ എനിക്കത് തിരിച്ചറിയില്ലായിരുന്നു. പ്രോട്ടീൻ കൊടുത്തു, ക്ഷീണം പറഞ്ഞതുകൊണ്ട് പ്രോട്ടീൻ കൊടുത്തു, പ്രോട്ടീന്റെ ഫംഗ്ഷൻ ഇത്ര വലുതാണെന്നൊന്നും അന്ന് ഞാൻ പഠിച്ചിരുന്നില്ല, കോഴ്സിൽ എവിടെയും പഠിപ്പിച്ചിട്ടില്ല. മരണത്തോട് മല്ലിടുന്ന സമയത്ത് മാത്രമാണ് പ്രോട്ടീൻ കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ജീവൻ നിലനിർത്തുന്നതിന് പ്രോട്ടീൻ ആവശ്യമാണെന്നും ശരീരത്തിന്റെ വല്ലായ്മകളുടെ ബേസിക് റീസൺ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണെന്നും മനസ്സിലാക്കാൻ സഹായിച്ചത് ANCC കോഴ്സും അതുപോലെ തന്നെ വീരാങ്കന ക്ലബിലെ ഡെയിലി ഉള്ള ട്രെയിനിങ്ങും മാത്രമാണ്. അപ്പൊ അതിന് ബേസിക് ആയിട്ടൊരു റീസൺ ഉണ്ടായത് ഒരു വീഡിയോ, നമ്മുടെ ബഹുമാനപ്പെട്ട രാജൻ സാറിന്റെ വീഡിയോ ആണ്, ലിവ് വിതൗട്ട് മെഡിസിൻ. ഞാൻ പറഞ്ഞല്ലോ 50ഓളം കോഴ്സുകൾ കഴിഞ്ഞെങ്കിലും ഒരു കോഴ്സും എനിക്ക് എന്റെ ശരീരത്തെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുന്നതായിട്ട് ഒന്നുമില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ട് സുരേഷ് സാറിന്റെ ക്ലാസ്സുകൾ സ്ഥിരമായിട്ട് കേട്ടു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീരാങ്കന ക്ലബിൽ വന്നത്. ഈ 3 പ്ലാറ്റ്ഫോമാണ് എന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാനായിട്ട്, കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് എന്നെ പ്രാപ്തയാക്കിയത്. നമുക്ക് ആദ്യമായിട്ട് പ്രോട്ടീന്റെ ബെനിഫിറ്റ് എന്താണ്, സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പ്രോട്ടീന്റെ ബെനിഫിറ്റ് പറഞ്ഞുകൊണ്ട് ന്യൂട്രിചാർജ് ഗെയിനറിലേക്ക് പോകാം. നമുക്ക് ഹീമോഗ്ലോബിൻ ഉണ്ടാകണമെങ്കിൽ പ്രോട്ടീൻ വേണം. ബെനിഫിറ്റ്സ് ഓഫ് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം. ഹീമോഗ്ലോബിൻ ഉണ്ടാകണമെങ്കിൽ പ്രോട്ടീൻ വേണം. ശരീരത്തിലെ ഓരോ കോശങ്ങൾ നിർമ്മിക്കുന്നതിന് പ്രോട്ടീൻ വേണം. ശരീരത്തിന്റെ സ്കിൻ, അതായത് ചർമ്മത്തിന്റെ സംരക്ഷണത്തിന് അത് ഡെയിലി, ഓൾട്ടർനേറ്റ് ഡേയിൽ, എല്ലാ സെക്കൻഡ് ഡേയിലും നമ്മുടെ സ്കിൻ പുതിയതാകുന്നുണ്ട്. ആ പുതിയ സ്കിൻ വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ ഇല്ലെങ്കിൽ ഇഷ്ടിക വെക്കാതെ കടലാസ് കൊണ്ട് ഒരു ഭിത്തി നിർമ്മിച്ചതുപോലെയായിരിക്കും. അതിന്റെ ബലമുണ്ടാവില്ല, അതിന് യുവത്വം ഉണ്ടാവില്ല. പിന്നെ നമ്മളുടെ ഹെയർ, അതുപോലെ തന്നെ നെയിൽ, നഖങ്ങൾ നല്ലതായിട്ടിരിക്കാൻ. എനിക്കത് വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്.
കാലിലെ 3 വിരലുകളിലും നഖമില്ലായിരുന്നു. ഞാൻ ഓർത്തത് അങ്ങനെ തന്നെ ആയിരിക്കും. ഒരുപാട് വർഷങ്ങളായിട്ടില്ലായിരുന്നു. എന്നാൽ പ്രോട്ടീൻ കണ്ടിന്യൂസ് ഉപയോഗിച്ച് 5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ വിരലുകളിലും നഖം വന്നു എന്നുള്ളതാണ്. അതുപോലെ ബ്രിട്ടിൽ നെയിൽസ്, നഖം പൊട്ടിപ്പോകുന്ന രീതി ഉണ്ടായിരുന്നു. അതും ഇന്നില്ല. നഖത്തിന് നല്ല ബലമുണ്ട്, അത് പൊട്ടിപ്പോകാറില്ല. അടുത്തത് നൈട്രജൻ ബാലൻസിന് വേണ്ടിയിട്ട്, നൈട്രജൻ ബാലൻസ്, നൈട്രിക് ഓക്സൈഡ്, അതാണ് കൂടുതൽ കറക്റ്റ് ആയിട്ട്. നൈട്രജൻ ബാലൻസിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യും. അതെന്തിനാണ്? നൈട്രജൻ ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റുകയുള്ളൂ. ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമുക്ക് സെല്ലുകളുടെ ഡാമേജ് ഉണ്ടാകും, നമ്മൾക്ക് അൺടൈമിംഗ്ലി ഏജിങ്, അതായത് അകാല വാർദ്ധക്യം, ചുത്തിച്ചുളിഞ്ഞ സ്കിന്നും മുഖത്തെ പാടുകളും അതൊക്കെ അതിന് കാരണമാണ്. അപ്പോൾ അതുപോലെ തന്നെ ആസിഡ് ബേസ് ബാലൻസ് നിലനിർത്താൻ, ബോഡിയുടെ pH ലെവൽ നിലനിർത്താൻ നൈട്രിക് ഓക്സൈഡ് അല്ലെങ്കിൽ നൈട്രജന്റെ ബാലൻസ് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് ബോണിന്റെ സ്ട്രെങ്തിന്, ബോണിനകത്ത് പോകുന്ന പ്രോട്ടീന്റെ പേര് കൊളാജൻ എന്നാണ്. അപ്പൊ ആ കൊളാജൻ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് മെയിൻ പ്രോട്ടീൻ ശരീരത്തിൽ ചെന്നിരിക്കണം. സ്കിന്നിൻ്റെത് ഞാൻ പറഞ്ഞു, അവിടെ മെലാനിൻ ആണ്. ഹെയറിൻ്റെത് പറഞ്ഞു, അവിടെ കെറാറ്റിൻ ആണ്. ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പ്രോട്ടീന് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ഡയബറ്റിസ് മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ, ഷുഗർ ലെവൽ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിൽ മസിൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ സെല്ലുകൾ ഫോം ചെയ്യണം. സെല്ലുകൾ ഫോം ചെയ്യുന്നത് മസിലിന്റെ ഫുഡാണ് ശരിക്കും പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പൊ പ്രോട്ടീൻ ഇല്ലാതെ ഗുളികകൾ കഴിച്ച് നമുക്ക് ഡയബറ്റീസ് മാനേജ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ അസിഡിറ്റിയെ കുറയ്ക്കാൻ, അത് നൈട്രജന്റെ കാര്യം ഞാൻ പറഞ്ഞു, അസിഡിറ്റിയെ കുറയ്ക്കാനായിട്ട് നമുക്ക് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. കൊളസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ, ചീത്ത കൊളസ്ട്രോളിനെ കുറച്ചു വെക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടി വെക്കാനും ഉള്ള ബോഡിയുടെ കപ്പാസിറ്റി ഉണ്ടാവുന്നത് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഇൻടേക്ക് കൊണ്ടാണ്. ബ്ലഡ് പ്രഷർ മാനേജ് ചെയ്യാൻ നമ്മളെ പ്രോട്ടീൻ ഇൻടേക്ക് സഹായിക്കും. കാരണം ഞരമ്പുകളുടെ അതുപോലെ ആർട്ടറിയുടെയും എല്ലാത്തിൻ്റെയും ആ ഒരു ഭിത്തി എന്ന് പറയുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. പ്രായമാകുന്ന ആൾക്കാരുടെ ഞരമ്പുകൾക്ക് ഇലാസ്റ്റിസിറ്റി കുറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചുക്കിച്ചുളിയും, അവിടെ കട്ട പിടിക്കും, ബ്ലഡ് ഒഴുകിപ്പോകുന്ന വാൽവ് കേടാകും, പ്രഷർ ഉണ്ടാവാൻ അത് കാരണമാകും. ഇത് ചെറുപ്പക്കാർക്കും ബാധകമാണ്. കൊളസ്ട്രോൾ അടിഞ്ഞു കഴിഞ്ഞാൽ ഇതേ പ്രോബ്ലം തന്നെ ഉണ്ടാവും. വെരിക്കോസ് വെയിൻ ഉണ്ടാകാനുള്ള മെയിൻ റീസൺ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണെന്ന് ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഫാറ്റ് കുറയ്ക്കാൻ കൂടെ. ഇത്രയും മെയിൻ ആയിട്ട് നമ്മുടെ ശരീരത്തിലെ ഹെഡ് ടു ഫുട്ട് കാര്യങ്ങൾ, ഇതിനെല്ലാം നമുക്ക് പ്രോട്ടീൻ വേണം. അപ്പൊ അടുത്തത്, ഈ പ്രോട്ടീൻ ഒന്നും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കുറെ ആൾക്കാരെ കണ്ടമാനം മെലിഞ്ഞ സ്കിന്നി എന്ന് വെച്ചാല് എല്ലും തൊലി എന്ന് നമ്മൾ പറയുന്നത് പോലെ ഉള്ള ആൾക്കാരെ കാണാറുണ്ട്. അവരനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ വളരെയധികം വലുതാണ്. അപ്പൊ അതൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ന്യൂട്രിചാർജ് ഗെയിനറിലേക്ക് പോകാം. ശരീരമാണ് ശരിക്കും നമ്മളുടെ സൗന്ദര്യത്തെ എടുത്തു കാണിക്കുന്നത്. നമ്മളുടെ പണമോ നമ്മളുടെ പ്രൊഫഷനോ ആസ്തിയോ ഇതൊന്നുമല്ല. ശരീരമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ ശരീരം വളരെ അട്രാക്റ്റീവ് ആയിട്ടിരിക്കാനാണ് ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു തൊലിഞ്ഞ ശരീരമാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഒരു ഷെയ്മിങ് ആണ്. അവർക്ക് എന്താ സംഭവിക്കുക, അങ്ങനെയുള്ള ആൾക്കാർക്ക് ശരിക്കും ഐസൊലേറ്റഡ് ആയിട്ടിരിക്കാൻ അവർ ഇഷ്ടപ്പെടും. ഗ്രൂപ്പുകളിൽ പോകാൻ ഇഷ്ടപ്പെടില്ല. മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ കണ്ട് കളിയാക്കുന്ന ഒരു നേച്ചറും കൂടെ ആൾക്കാരുടെ ഇടയ്ക്കുണ്ട്, കളിയാക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവർ ഒരുപാട് കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്നും ചെറിയ കുത്തുവാക്കുകളൊക്കെ കേൾക്കുക, അതൊക്കെ സ്വയം ഐസൊലേറ്റഡ് ആയിട്ടിരിക്കാനും ഡിപ്രസീവ് മോഡിലേക്ക് പോകാനും അവരുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം മുഴുവൻ വേസ്റ്റ് ആയി പോകാനും അവർ ശരിക്കും വിഷാദ രോഗികളായിട്ട് മാറാനും ഒക്കെ സാധ്യതയുണ്ട്. ഏറ്റവും വലിയ സപ്പോർട്ട് വീട്ടിൽ നിന്നാണ് കൊടുക്കേണ്ടത്. വീട്ടിൽ നിന്ന് കൊടുക്കുന്ന സപ്പോർട്ടാണ് അവർക്ക് ഏറ്റവും വലിയ ശക്തി. നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക. അവരുടെ ഫിഗർ ഡസൻ മാറ്റർ എന്നുള്ളത് അവരോട്, ഈ സാരയില്ല, നീ ഇങ്ങനെ ഇരുന്നാലും നിനക്ക് ഒരുപാട് കഴിവുണ്ട്, വാക്കുകളാൽ അവരെ കൂടെ ചേർത്ത് നിർത്തുന്ന ഫ്രണ്ട്സും വീട്ടുകാരുമാണ് അവർക്ക് വേണ്ടുന്നത്. പിന്നെ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസിനേക്കാൾ കൂടുതൽ അവരുടെ ഇന്റലിജൻസ് കപ്പാസിറ്റി ഒക്കെ നന്നായിട്ടുണ്ടാവും, ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. അതിനെയൊക്കെ ഒന്ന് കണ്ടെടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാവുന്ന ഒരു കൂട്ടമായിരിക്കണം നമ്മൾ ബാക്കിയുള്ളവര്. ദെൻ അണ്ടർ വെയ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രോബ്ലം രണ്ട് പ്രോബ്ലം അല്ല. അവർക്കൊരു കൃത്യമായിട്ട് അവർ ആഗ്രഹിക്കുന്ന ജോലി ചെയ്യാൻ പറ്റത്തില്ല.
ബോഡിക്ക് ഫിസിക്കൽ സ്റ്റാമിന കുറവായിരിക്കും. പിന്നെ അവരെ ബൈ അപ്പിയറൻസ് തന്നെ, ഇപ്പൊ അവരൊരു ഇതുപോലെ മെലിഞ്ഞിരിക്കുന്ന ഒരാള് ഒരു സെക്യൂരിറ്റിയുടെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞ ഒരു വലിയ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനത്തിൽ ചെന്നാൽ ഉറപ്പായിട്ടും അവർക്ക് ജോലി കിട്ടത്തില്ല. അവിടെ ശരിക്കും ഫിസിക്കൽ സ്റ്റാമിന, അതുപോലെ ബോഡി സ്റ്റൗട്ട് ആയിരിക്കണം, നല്ല മസിൽ പവർ ഉണ്ടായിരിക്കണം, ആളെ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു പേടി ഉണ്ടാക്കണം. അങ്ങനെയുള്ള ആൾക്കാരാണ് ശരിക്കും സെക്യൂരിറ്റി ജോബിന് വളരെ ഉത്തമമായിട്ടുള്ള ഇതുപോലെയുള്ള വലിയ സ്ഥാപനങ്ങളിൽ. ഇപ്പൊ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. കല്യാണ സമയത്ത് പെണ്ണ് കാണാൻ വരുന്നത് അതുപോലെ ചെറുക്കനും, രണ്ടു കൂട്ടരും ഒരു ഫിസിക്കലി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിഗർ അല്ല എന്നുണ്ടെങ്കിൽ എല്ലും തൊലിയുമാണ്, അതിനെ ഇഷ്ടപ്പെട്ടില്ല. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും. മോറോവർ അവരുടെ ലൈഫിലേക്ക് കടക്കുമ്പോൾ ഇനിയിപ്പോ എല്ലും തൊലിയാണേലും പ്രശ്നമില്ല വെച്ചിട്ട് കല്യാണം കഴിച്ചാൽ തന്നെ മുന്നോട്ട് അവരുടെ ലൈഫ് വളരെ ഹൊറിബിൾ ആയിരിക്കും പല കാര്യങ്ങളിലും. ഇപ്പം ചിലർക്ക് ഹൈറ്റ് കുറവായിരിക്കും, ചിലർക്ക് വെയിറ്റ് കുറവായിരിക്കും. അങ്ങനെ പ്രൊഫഷനിൽ മറ്റുള്ളവരോടൊപ്പം ചിലപ്പോൾ അവരുടെ ഇന്റലിജൻസ് കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയേക്കാം. എന്നാലും കൂടെയുള്ളവരുടെ കുത്തുവാക്ക് കാരണം അവര് സ്വയം ഉള്ളിലേക്ക് വലിഞ്ഞിട്ട് ആ ഒരു എക്സ്പെക്റ്റഡ് ലെവലിലേക്ക് ഉയരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ പോകും. സർക്കാസ്റ്റിക് കമന്റ്സ് എന്ന് പറഞ്ഞത് ശരിക്കും മറ്റുള്ളവരുടെ കളിയാക്കൽ വാക്കുകളാണ്. അതുകൂടാതെ തന്നെ ഇവർക്ക് കണ്ടിന്യൂസ് ജോലി ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ പേശി തന്തുക്കൾ, കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞിരുന്നു മുട്ടിന്റെ ജോയിന്റ് ബലം കിട്ടാൻ വേണ്ടിയിട്ട് പേശി തന്തുക്കളാൽ ബന്ധിതമാണെന്ന്. നമ്മൾ നിവർന്നിരുന്ന് ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറച്ചു സമയം ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ നട്ടെല്ലിൽ നിന്ന് മറ്റ് നമ്മളുടെ ശരീരത്തിന്റെ ആ ഒരു പൊസിഷൻ കൊടുക്കുന്ന പേശി തന്തുക്കൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറം കഴച്ചു പൊട്ടും, മസിൽ കയറാൻ ഒക്കെ സാധ്യത, കട്ട് കഴിക്കുക എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയും, ജോലി കുറയും. അതുപോലെ മുടി എപ്പോഴും ചകിരിനാര് പോലെ. പ്രോട്ടീൻ മാത്രമല്ല അവിടെ കുറവ്, ദഹനമില്ലാത്തത് കൊണ്ട് മറ്റ് ന്യൂട്രിയൻസും അത് അബ്സോർബ് ചെയ്യത്തില്ല. വയറാണ് ഇവിടുത്തെ പ്രശ്നം, പ്രോട്ടീൻ ആണ് മെയിൻ പ്രശ്നം. പ്രോട്ടീൻ ചെല്ലാത്തത് കൊണ്ട് തന്നെ വയറിൽ അസിഡിറ്റി ഉണ്ടാവും, ദഹനക്കേട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കഴിക്കുന്ന ആഹാരം ശരീരത്തിൽ പിടിക്കുന്നില്ല എന്ന് നമ്മൾ പറയും. ന്യൂട്രിയൻസിന്റെ പ്രവാഹത്തിന് രക്തം വേണം, ആ രക്തത്തില് ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിലേ രക്തം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. പക്ഷെ ബേസിക് റീസൺ നമ്മുടെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണ്. പിന്നെ ആരോഗ്യം എന്ന് പറയുന്നത് ലെവലേശമില്ല, ഇമ്മ്യൂണിറ്റി എപ്പോഴും ഡൗൺ ആയിരിക്കും. റിപ്പീറ്റഡ് ആയിട്ട് പനിയും ജലദോഷം, വലിയ സീരിയസ് ആയ അസുഖങ്ങളൊന്നും കാണില്ല, പക്ഷെ എപ്പോഴും കർച്ചീഫ് മാറ്റാൻ പറ്റാതെ തുമ്മലും ജലദോഷവുമായിട്ട് ഈ കൂട്ടര് നടക്കും. അതുപോലെ തന്നെ വയറുവേദന ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എപ്പോഴും ടയേർഡാണ്, ഇറിറ്റേറ്റഡ് ആയിരിക്കും. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. കാരണം ഡിഗ്രി ഒക്കെ ഉണ്ടാവും, ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ ഉണ്ടാവും, നല്ല പോസ്റ്റിൽ ഇരിക്കുന്നതായിരിക്കും. പക്ഷെ അവർക്ക് അവരുടെ സബോർഡിനേറ്റിനോട് വേണ്ടവണ്ണം നല്ലപോലെ ബിഹേവ് ചെയ്യാൻ പോലും അവർക്ക് പറ്റില്ല, അത്ര ഇറിറ്റേറ്റഡ് ആയി പോകും. അതുപോലെ തന്നെ മെൻസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒരുപാട്. ഒന്ന് വേദന ഉണ്ടാവാം, രണ്ട് ഇറഗുലാരിറ്റി ഉണ്ടാവാം. ബ്ലീഡിങ് ഹെവി ആവി പോകാനായിട്ടൊന്നും കാണില്ല, കാരണം ബ്ലഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ. കാലക്രമേണ അവർ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്കും പോകാം. പിന്നെ സെക്ഷൽ ലൈഫ് വളരെ പരിതാപകരമായിട്ടാണ് മുന്നേ. അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അവർക്കൊരു സെക്ഷൽ ഏർജ് ഉണ്ടാവത്തില്ല. അവർക്ക് ആ ഒരു എന്താ പറയാ, ശരീരത്തിന്റെ നീഡാണ്, ബയോളജിക്കൽ നീഡാണ്, അതിന് മനസ്സുണ്ടാവത്തില്ല. പ്ലസ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തില്ല. പുരുഷന്റെ ഭാഗത്താണെങ്കിൽ എറക്ഷൻ ഉണ്ടാവത്തില്ല, ഇജക്കുലേഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ സെമന്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. സ്ത്രീക്ക് ഒട്ടുമേ താല്പര്യം ഉണ്ടാവത്തില്ല. ഇങ്ങനെ അവരുടെ ആ ഒരു പ്രൈവറ്റ് ലൈഫ് തന്നെ വളരെ ഹൊറിബിൾ ആയിപ്പോ. കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ, ഇനി പ്രഗ്നന്റ് ആയി, മെലിഞ്ഞിട്ടിരുന്നും പ്രഗ്നന്റ് ആയി എങ്കിൽ അവിടെ 10 മാസം ചുമന്നെന്ന് പറയാൻ പറ്റില്ല. മിക്കവാറും പ്രീമച്വർ ഡെലിവറീസ് ആയിരിക്കും. പിന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആ കുഞ്ഞും അനുഭവിക്കേണ്ടി വരും. കാരണം ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ശരീരത്തിലുണ്ടായ കുഞ്ഞിന് ഉറപ്പായിട്ടും ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. ജന്മം മുതൽ കുറച്ച് നാള് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയം വരെ ആ കുഞ്ഞ് കഷ്ടപ്പെടും. ഓസ്റ്റിയോപോറോസിസ് ഇത് പ്രായമായ ആൾക്കാരിൽ കാണുന്നതാണ്. ചെറുപ്പം മുതലേ ഡെഫിഷ്യൻസിയിൽ പോകുന്ന ആൾക്കാർ കുറച്ച് പ്രായമാകുമ്പോഴത്തേന് 90-ൽ ഉണ്ടാകുന്ന ഓസ്റ്റിയോപോറോസിസ് 40-കളിൽ ഉണ്ടാവും. അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഓസ്റ്റിയോപോറോസിസിനെ തടയാനായിട്ട്, ഇവിടെ കൊളാജൻ ഉണ്ടെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവില്ല. കൊളാജൻ ഇല്ലാത്തത് കൊണ്ടാണ്, പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഇനി നമുക്ക് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് ആഹാരം ഇഷ്ടം പോലെ കഴിച്ച് വെയിറ്റ് കൂടാം എന്ന് പറയും. പക്ഷെ ആഹാരം ഇഷ്ടം പോലെ കഴിച്ചാൽ വെയിറ്റ് കൂടില്ല. വെയിറ്റ് കൂടുന്നത്, ശരീരത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മസിലിന്റെ അളവ്, നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ്, ജലത്തിന്റെ നമ്മുടെ വാട്ടർ ലെവൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ കൊഴുപ്പ്, ബോൺ, മസിൽ, വാട്ടർ
ആൻഡ് ഫാറ്റ്. ഈ 4 ഘടകങ്ങൾ ചേരുമ്പോഴാണ് നമ്മൾ ശരീരത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇതില് ഫാറ്റ് മാത്രം നമുക്ക് കുറയണം. ഫാറ്റ് ഇല്ലാതെ വെയിറ്റ് കൂടുമ്പോൾ ലീൻ ബോഡി മാസ് കൂടുക എന്ന് പറയും. ആ ലീൻ ബോഡി മാസ് ആണ് കാണാൻ അഴകുള്ളത്. നല്ല ഏത് തരം ഡ്രസ്സ് ഇട്ടാലും വളരെ ഫിറ്റ് ആയിട്ട്, നിങ്ങൾ ഏതിട്ടാലും, ചിലരെ കാണുമ്പോൾ നമ്മൾ പറയില്ല ഏത് ഡ്രസ്സ് ഇട്ടാലും വളരെ അടിപൊളിയാണ്. അങ്ങനെ ഒരു അട്രാക്റ്റീവ് ഫിഗർ ആയിട്ടിരിക്കണമെങ്കിൽ ലീൻ ബോഡി മാസ് ആയിരിക്കണം. അപ്പൊ റോങ് ആയിട്ട് ചെയ്യുന്നതാണ് എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി കഴിച്ച് ശരീരം വണ്ണം വെപ്പിക്കുക. അങ്ങനെ വണ്ണം വെക്കുമ്പോൾ ശരീരത്തിൽ ഫാറ്റ് ആണ് കൂടുതൽ. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, നമുക്കൊരു സെഡന്ററി ലൈഫ് സ്റ്റൈൽ, അല്ലെ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ആള്, വളരെ ഒന്നും കായിക അധ്വാനം ആവശ്യമില്ലാത്ത ആൾക്കാര് കഴിക്കുമ്പോൾ ഒരു 1500 to 2000 കാലറി മതി നമുക്ക്. നമ്മൾ ശരിയായിട്ടൊരു സദ്യ കഴിക്കുക, അല്ലെ ശരിയായിട്ട് നല്ല കറികളൊക്കെ കൂട്ടി ഒരു ചോറുണ്ട് കഴിഞ്ഞാൽ, ഒരു പ്ലേറ്റ് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 3200ഓളം നമ്മുടെ സാധാരണ വെജിറ്റേറിയൻ ഫുഡ് ആണെങ്കിൽ ഒരു 3200ഓളം കാലറി ഉള്ളിൽ ചെല്ലും. അത് നോൺ വെജ് ആണെങ്കിൽ ഉറപ്പായിട്ട് 1000 കാലറിയും കൂടെ കൂടും. പക്ഷെ നമുക്ക് ആവശ്യമുള്ളത് മാക്സിമം 2000 വരെയാണ്. ബാക്കി എവിടെ പോകും? ബാക്കി മുഴുവൻ ശരീരത്തിൽ ശേഖരിച്ച് വെക്കുന്ന രീതി ശരീരം അതിനെ കൊഴുപ്പായിട്ട് മാറ്റുകയാണ്. പിന്നെ ആ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നത്തെ അത്രപ്പാട്. അപ്പൊ നമ്മൾക്ക് ബേൺ ഔട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും മാത്രം കഴിക്കുക. നമ്മൾ ഇട്ടുകൊടുക്കുന്ന ശീലം ഉറപ്പായിട്ടും നമ്മുടെ ശരീരം അഡോപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. നമ്മുടെ വിശപ്പും നമ്മുടെ ആഗ്രഹങ്ങളും മുഴുവനും മനസ്സിന്റെ കളിയാണ്. അപ്പൊ നമ്മൾ മനസ്സിന് വിശന്നിട്ടാണ് ശരിക്കും ഫുഡ് കഴിക്കുന്നത്. ശരീരത്തിന് വിശക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത്, ഈ വിശപ്പുകൾ തങ്ങളിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കേണ്ടത് സ്വയം ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ എല്ലാ വിശപ്പിനും നമ്മൾ ഫുഡ് വലിച്ചു വാരി കഴിക്കുന്നതിന് പകരം ചെറിയ വിശപ്പുകൾ നല്ലതുപോലെ വെള്ളം കുടിച്ചാൽ അത് സാറ്റിസ്ഫൈഡ് ആണ് ശരീരത്തിന് അതാണ് വേണമെന്നത്. അങ്ങനെ വരുമ്പോൾ ശരീരത്തിലെ ടോക്സിൻസിന്റെ അളവ് കുറയും, നമ്മുടെ സ്കിന്നിന്റെ ടോൺസിറ്റി കൂടും, ഒരുപാട് നല്ല ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. എക്സൈറ്റ്മെന്റോടുകൂടി, എന്തൂസിയാസത്തോടുകൂടി നമുക്ക് ഓരോ ജോലിയും ചെയ്യാനുള്ള കഴിവുണ്ടാവും. റോങ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാര് ശരിക്കും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പണിയാണ് ചെയ്യുന്നതെന്നാണ് പറയാ. നമുക്ക് കറക്റ്റ് ആയിട്ട് 70% പ്ലസ് 30% എന്നൊരു നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ന്യൂട്രീഷൻ. നമ്മൾ എങ്ങനെയാണ് സന്തുലിതാവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? 70% നമ്മളുടെ പോഷക തത്വങ്ങളാണെങ്കിൽ 30% എക്സർസൈസ് ആണ് ചെയ്യേണ്ടത്. എക്സർസൈസ് എന്ന് പറയുന്നത് നിത്യജീവിതത്തിൽ നമ്മൾ ജോലിക്കായിട്ട് ചെയ്യാത്ത മൂമെന്റ്സ്, അത് അവയർനെസ്സോടുകൂടി, അതായത് ഞാൻ ഇത് ചെയ്യുന്നത് എക്സർസൈസ് ആയിട്ടാണ് എന്ന് മനസ്സിൽ പിടിച്ച് ചെയ്യുമ്പോൾ അതാണ് അവയർനെസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാല് ശ്വാസോച്ഛ്വാസം. നമ്മള് ശ്വാസം എടുക്കുന്നുണ്ടെന്ന് ബോധ്യമാകുന്നത് നമ്മളൊന്ന് അല്പസമയം ശ്വാസം കിട്ടാതിരിക്കുമ്പോഴാണ്. മൂക്കടച്ചു പിടിച്ച് എത്ര സമയം നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റും? അപ്പോഴാണ് നമുക്ക് ആ ഒരു ശ്വാസം, അയ്യോ അതിന്റെ ആ പ്രാധാന്യം മനസ്സിലാകുന്നത്. അപ്പൊ നമ്മള് ശ്വാസത്തിനെ തന്നെ ഒരു എക്സർസൈസ് ആയിട്ട് മാറ്റുമ്പോഴാണ് ശ്വാസത്തിനെ നമ്മൾക്ക് അതിന്റെ ഗതി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതിനെ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റുന്നത്, നന്നായിട്ട് പ്രകൃതിയുടെ എനർജി ഉള്ളിലേക്ക് എടുക്കാൻ ഏറ്റവും നല്ലൊരു മാധ്യമമാണ് ശ്വാസം എന്ന് പറയുന്നത്. പ്രാണവായു എന്നല്ലേ അതിനെ പറയാ. ആ പ്രാണവായു കൊണ്ട് ശരീരം മുഴുവൻ ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. പക്ഷെ നമ്മൾ നമ്മളെ ഒന്ന് തിരിച്ചറിയണം എന്ന് മാത്രം. അപ്പൊ ഓരോ മൂവ്മെന്റും നമ്മൾ ചെയ്യാത്ത, നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യാത്ത മൂവ്മെന്റുകളാണ് നമ്മൾ എക്സസൈസ് ആയിട്ട് അഡോപ്റ്റ് ചെയ്യേണ്ടത്. നോർമൽ എക്സസൈസിൽ ഒരു ദിവസം ഒരു വ്യക്തി 6000 അടി നടക്കുക, അല്ലെങ്കിൽ 250 സ്റ്റെപ്പ് കയറുക. ഇതാണ് നമ്മളൊരു മാനദണ്ഡമായിട്ട് പറയുന്നത്, ഒന്ന് മെഷറബിൾ ആയിട്ടുണ്ട്. ഇപ്പൊ ബോഡി വെയിറ്റ് നമുക്ക് ഫാറ്റ് ഇല്ലാതെ കൂട്ടുന്ന കാര്യമാണ് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് 250 ഗ്രാം മതി ഒരു 24 മണിക്കൂറിൽ. പക്ഷെ ഈ ഇരിക്കുന്നതിൽ മാക്സിമം കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് കഴിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഭക്ഷണ രീതി അതാണ്. കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം കഴിക്കാം. അതിനകത്ത് നമുക്ക് കാർബോഹൈഡ്രേറ്റിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ ചോറിന്റെയും ചപ്പാത്തിയുടെയും എണ്ണം കുറയ്ക്കുക, അതുപോലെ തന്നെ പൊട്ടറ്റോ കുറയ്ക്കുക, ബാക്കി വെജിറ്റബിൾസ് വയറ് നിറച്ച് കഴിക്കുക. ഇതിന് തൊട്ട് മുമ്പായിട്ട് സാലഡ് കുറച്ച് കഴിച്ചിട്ട് വേണം കഴിക്കാൻ. 1/3 ഫുഡ് എന്ന് പറയുന്നത് സാലഡ് ആയിരിക്കാം. ആ സാലഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയെ വയറ് നിറഞ്ഞാൽ പോരെ, ബാക്കിയാണ് ചപ്പാത്തി ആയിട്ട് ചെല്ലുന്നത്. അപ്പൊ നമുക്ക് കാർബോഹൈഡ്രേറ്റ് കുറയുമ്പോൾ തന്നെ കാലറി കുറയും. നമ്മ മനസ്സിന് പിടിച്ച ആഹാരം കഴിക്കുമ്പോൾ കറികൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ ഉണ്ടാവണം. പ്രോട്ടീൻ കിട്ടുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. ഒരു എക്സ്പെർട്ടിന്റെ സഹായത്തോടു കൂടി മാത്രം നമ്മളുടെ വെയിറ്റ് ഗെയിൻ ആയാലും വെയിറ്റ് കുറയ്ക്കാനാണെങ്കിലും ചെയ്യുക.
നമ്മളുടെ ഒരു ഉദ്ദേശം അനുസരിച്ച് ആഹാരം കഴിച്ചിട്ടല്ലേ വണ്ണം വെക്കുന്നത്. അപ്പൊ ആഹാരം കഴിക്കാതെ തന്നെ ഇരുന്നാൽ വണ്ണം വെക്കില്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും. അതൊന്നും ശരിയല്ല. പിന്നെ ചിലർ ആഹാരം കഴിച്ചാൽ നല്ലപോലെ വണ്ണം വെക്കും എന്ന് പറയും. അപ്പൊ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ദോഷമായിട്ടുള്ള രീതിയിൽ വണ്ണം വെക്കാതിരിക്കാനും ഒരു ഗൈഡൻസ് നല്ലതാണ്. അപ്പൊ അങ്ങനെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ന്യൂട്രിചാർജ് ഗെയിനർ എന്ന് പറയുന്നത്. നമ്മളുടെ 23 പ്രൊഡക്റ്റിന്റെ ശ്രേണിയിൽ ആയുഷിന്റെ അഥവാ ആയുർവേദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ആയുഷിന്റെ ലൈസൻസോട് കൂടി നമ്മൾ ഇറക്കിയിരിക്കുന്നതാണ്. ഗവൺമെന്റ് അംഗീകരിച്ച ആയുർവേദ പ്രൊഡക്റ്റ് ആണ്. അതിന് പ്രത്യേക സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇതിനകത്ത് 17ഓളം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമുക്ക് അറിയാൻ മേലാത്തതായിട്ട് ഇതിനകത്ത് ഒരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ഉണ്ട്. അത് ന്യൂസിലാൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന പൈൻ ബാർക്കാണ്. അതാണ് ഇതിന്റെ കീ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഒരു കീ ഇൻഗ്രീഡിയന്റ് ആണത്. ഇതിനകത്ത് നമുക്ക് പരിചയമില്ലാത്തതായിട്ടൊന്നുമില്ല അല്ലെ. തിപ്പലി ഉണ്ട്, അതുപോലെ തന്നെ ആവയ്ക്ക, എന്താ അതിന് പറയാ സംഭവം, ഞാൻ ഓരോന്നോരോന്ന് ഞാൻ പറഞ്ഞു തരാം. പൈൻ ബാർക്ക് എക്സ്ട്രാക്ട്, ഇത് ശരിക്കും നമുക്ക് ശരീരത്തിന്റെ ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ്, ശരീരത്തെ ആന്റി ഓക്സിഡന്റിന്റെ കണ്ടന്റ് കൂട്ടുന്ന അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഓഫ് ബോഡി ഇൻക്രീസ് ചെയ്യുന്ന, ആന്റി ഓക്സിഡന്റ് ലെവൽ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ആ പൈൻ മരത്തിന്റെ തൊലി എടുത്തിട്ടാണ് അതിനകത്തു നിന്നാണ് സംസ്കരിക്കുന്നത്. ആ പൈൻ മരത്തിന്റെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അതിന്റെ രക്തം കൂട്ടുക എന്ന് പറയുമ്പോൾ ഹീമോഗ്ലോബിൻ കൂടാൻ കാരണമാകും, ബോഡി ശുദ്ധീകരിക്കാൻ ഇത് കാരണമാകും. പൈനിന്റെ ഒരു ഗുണഗണങ്ങൾ എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ അതിന്റെ ആന്റി ഓക്സിഡന്റ് എഫക്റ്റ് ആണ്. ന്യൂട്രിചാർജ് ഗെയിനറിന്റെ ബെനിഫിറ്റ് ഞാൻ ഒന്ന് ബാക്ക് പോവാണ്. എന്തൊക്കെയാണ് നമുക്ക് ഗെയിനർ കിട്ടിയാൽ, ഒരു ഗെയിനർ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ, അത് മസിൽ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് സഹായിക്കും, അതുപോലെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യും, ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അബ്സോർപ്ഷനും ഉണ്ടാവും. ന്യൂട്രിയൻസ്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പോഷക തത്വങ്ങൾ ആവശ്യത്തിന് ആഗിരണം ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഇന്റേണൽ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കും. ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഇംപ്രൂവ് ചെയ്യും, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ദെൻ ആന്റി ഓക്സിഡന്റ് ലെവൽ കൂട്ടും. അതുപോലെ പ്രായമാകുന്നുള്ളതൊരു ഹെൽത്തി ഏജിങ്ങിലേക്ക് കൊണ്ടുപോകും. ഇതാണ് മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇത് കൊടുക്കരുതാത്ത കൂട്ടരുടെ കാര്യം ഞാൻ ആദ്യം പറയാം. ഡയബറ്റിക് ആൻഡ് പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കരുത്. പ്രഗ്നന്റ് ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സിനും ഇത് ആവശ്യമില്ല. കുഞ്ഞിന് അത്രയും ആവശ്യമില്ലാത്തത് കൊണ്ട്, അമ്മ കഴിക്കുന്നത് കുഞ്ഞിന് ചെല്ലും, അതുകൊണ്ട് കുഞ്ഞിന് ആവശ്യമില്ലാത്തത് കൊണ്ട് ഈ 4 കൂട്ടർക്കും കൊടുക്കണ്ട. അശ്വഗന്ധ, നമുക്കെല്ലാം പരിചയമുള്ള പേരാണ് അശ്വഗന്ധ. ഇതൊരു ആ മരത്തിന്റെ വേരാണ്. അതിന് ആ പേര് കിട്ടാൻ തന്നെ കാര്യം, ആ വേരെടുത്ത് മണപ്പിച്ചാൽ ശരിക്കും കുതിരയുടെ മണമാണ് അതിനുള്ളത്. അശ്വം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മെഷീനുകളൊക്കെ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രീം പവർ പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ജീവകമാണ് ശരിക്കും ഇത് വൈറ്റമിൻസും മിനറൽസും എൻറിച്ച്ഡ് ആണ്. എഗെയിൻ ഇതിന്റെയും പ്രധാന ഉദ്ദേശ്യം എന്ന് പറയുന്നത് ശരിക്കും ശരീരത്തിലെ ആന്റി ഓക്സിഡന്റ് ലെവൽ കൂട്ടി ബോഡിയെ ഫിറ്റ് ആക്കുക എന്നുള്ളതാണ്. ഇതിന് കുറച്ച് സ്റ്റിറോയിഡൽ എഫക്റ്റ് ഉണ്ട്. അതായത് ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനായിട്ട്, ഉള്ളാലെയുള്ള നീർവീഴ്ചകൾ കുറയ്ക്കാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒന്നിച്ചൊരു ടിന്ന് മാത്രമാണ് കിട്ടുന്നതെങ്കിൽ, പുറത്ത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അശ്വഗന്ധ ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 165 രൂപ മുതൽ 2900 മുകളിൽ വരെ രൂപ വിലയുള്ള സാധനങ്ങൾ കമ്പനികൾ വിൽക്കുന്നുണ്ട്. ആൾക്കാരത് വാങ്ങിക്കാനും തയ്യാറാണ്. അപ്പം അങ്ങനെ സിംഗിൾ ആയിട്ട് വാങ്ങിക്കാൻ തയ്യാറുള്ള ആൾക്കാരുടെ അടുക്കൽ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചുള്ള നമ്മുടെ പ്രൊഡക്റ്റ് മൂവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ അതിന് ഇൻഗ്രീഡിയൻസിനെ ഒന്ന് പഠിച്ചിരിക്കുക. ന്യൂട്രിചാർജ് ഗെയിനറിനകത്ത് അശ്വഗന്ധ കിട്ടുന്നത് എത്രയാണെന്ന് നോക്കുക. ഒരു സ്കൂപ്പ് നമ്മൾ എടുക്കുമ്പോൾ 20 ഗ്രാം ഉണ്ട്. ആ 20 ഗ്രാമിൽ 1200 മില്ലിഗ്രാം അശ്വഗന്ധയാണുള്ളത്. പക്ഷെ പുറത്തെ ക്യാപ്സൂളിനകത്ത് വളരെ മിനിമലായിട്ട് മൈക്രോഗ്രാം വരെ ഉള്ളത് ഞാൻ കണ്ടു. അപ്പൊ അത്രയും കുറച്ചാണെങ്കിലും ആ ഒരു പേര് വെച്ചിട്ടാണ് അവര് ബിസിനസ് ചെയ്യുക. 250 മില്ലിഗ്രാം
നോർമൽ ടാബ്ലറ്റുകളിൽ ഉണ്ടെങ്കിൽ അതിൽ കുറച്ചതും കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എഴുതിയിട്ടുണ്ട് 250 മില്ലിഗ്രാം 2 കമ്പനികളുടേതാണ്, ഹിമാലയൻ. അപ്പൊ അതിന് വ്യത്യാസം നമ്മൾ പറഞ്ഞു കൊടുക്കാനായിട്ട് അറിഞ്ഞിരിക്കും. അടുത്തത് നമ്മൾ ഏറ്റവും ഇഷ്ടം പോലെ കേൾക്കുന്നതാണ് ശതാവരിക്കിഴങ്ങ്, അല്ലെ? ശതാവരിക്കിഴങ്ങിന്റെ പ്രോപ്പർട്ടി മെയിൻ ആയിട്ട് ശരീരത്തിന്റെ സ്റ്റാമിന കൂട്ടുക, മസിലിനൊരു ബലം കൊടുക്കുക, അതുപോലെ തന്നെ ഹൈ ആന്റി ഓക്സിഡന്റ് ആണ്. ഇതിനകത്തെല്ലാം തന്നെ ഇത് വേരുകളാണ്, ഇതിനെല്ലാം നല്ല ആന്റി ഓക്സിഡന്റിനെ കൂട്ടാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ള, ഒരേ ലക്ഷ്യത്തിലേക്ക് ഉന്നം വെച്ച് വർക്ക് ചെയ്യുന്ന, അല്ലെ ഒരേ ബെനിഫിറ്റ് കിട്ടുന്ന കുറെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ശതാവരിയാണ് ഇത്. അടുത്തത് മുന്തിരി, ഉണക്കമുന്തിരി. നമ്മൾ ഒരുപാട് ഇപ്പം രാവിലെ എഴുന്നേറ്റ് ഉണക്കമുന്തിരി, തലേദിവസം വെള്ളത്തിലിട്ട് ഉണക്കമുന്തിരി അത് കഴുകി അത് ഞെരടി ആ വെള്ളം കുടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഗുണം നന്നായിട്ട് അറിയാം. വൈറ്റമിൻസും മിനറൽസും എൻറിച്ച്ഡ് ആണ്. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിലും, വേണ്ടാത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രിസർവേറ്റീവ്സ് ഇട്ട് വെച്ചിട്ടുണ്ടാവും, കേടാകാതെ കുറെ കാലം ഷെൽഫ് ലൈഫ് കിട്ടാനുള്ള സാധനങ്ങൾ ഉണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മൾ മറന്നിട്ട് ആ ഉണക്കമുന്തിരി കിട്ടുമ്പോൾ അതിനകത്ത് ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള അതിന്റെ എഫക്റ്റ് മാത്രമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി അതിനകത്തെ ബാക്കി കാര്യങ്ങളെ റിജക്റ്റ് ചെയ്യാൻ പ്രാപ്തമാകും എന്നുള്ള, ഗുണങ്ങളെ സ്വാംശീകരിക്കാനുള്ള മാനസികാവസ്ഥ നമുക്കുള്ളത് കൊണ്ട് അതിനകത്ത് വേണ്ടാത്ത കാര്യങ്ങളെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ശരീരത്തിൽ ഉണ്ടാവില്ല. അതിനെ നമുക്ക് റിജക്റ്റ് ചെയ്ത് പുറത്തു വിടാൻ വളരെ എളുപ്പമാണ്. അപ്പൊ അടുത്ത 4ാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് മുന്തിരിയാണ്. അത് ഹൈ ആന്റി ഓക്സിഡന്റ് ആണ്, അതുപോലെ ഹാർട്ടിന് ഹെൽത്ത് കൊടുക്കുന്നതാണ്. ഓരോ അവയവങ്ങൾ പ്രത്യേകം ഇതിനകത്ത് മുന്തിരിയുടെ എഫക്റ്റ് നിങ്ങൾ നോക്കിയാൽ, ബെനിഫിറ്റ്സ് നിങ്ങൾ എടുത്തു നോക്കിയാൽ കുറെ കാര്യങ്ങൾ അതിനകത്ത് പഠിക്കാനുണ്ടാവും. ഇതിന്റെ ഒരു രാസനാമം അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ പേരാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. വായിക്കൊള്ളില്ല, വായിക്കാൻ പറ്റില്ല. നമുക്ക് ശരിക്കും ആൽമണ്ട്, നമ്മളുടെ എല്ലാവരും എന്നും കഴിക്കുന്നത്, ഒരു 10 എണ്ണമെങ്കിലും കഴിക്കണമെന്ന് പറയും. പക്ഷെ 10 എണ്ണം പോരാ, ഒരു 650 ഗ്രാം കഴിക്കണം. നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ അതിനകത്ത് കിട്ടും. അപ്പോഴും നമ്മളുടെ ദഹനം ദഹിച്ച്, അതായത് മെറ്റബോളൈസ് ചെയ്ത് അബ്സോർബ് ചെയ്യുന്നതിന്റെ അളവ് എത്ര എന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പം മിനിമം 10 എണ്ണമെങ്കിലും ഡെയിലി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കാം. അതിന്റെ നല്ലപോലെ കഴുകിയിട്ടാൽ അതിന്റെ സ്കിന്നോട് കൂടി കഴിക്കാം, സ്കിന്ന് മാറ്റിയിട്ടും കഴിക്കാം. അത് ബോഡിയുടെ സ്റ്റാമിന കൂട്ടാനായിട്ടാണ് അത് കൊടുക്കുന്നത്. ഇത് നമ്മളുടെ ഈന്തപ്പഴമാണ്. ഏറ്റവും അധികം എന്താ പറയാ, എനർജി ബൂസ്റ്റർ, നാച്ചുറൽ ഷുഗർ ആണ്. ശരിക്കും ഇതിന് ഈ പ്രൊഡക്റ്റിന് ഒരു ടേസ്റ്റ് കൊടുക്കാനായിട്ടും നമ്മളിപ്പം പറയാറുണ്ട്, പ്രോഡക്റ്റ് ഷേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഡേറ്റ്സ് വെള്ളത്തിലിട്ട് കുതിർത്ത് അതും കൂടെ ചേർത്തടിച്ചാൽ, ഒരു 3 എണ്ണം അടിച്ചാൽ ഒരു 200 മില്ലി വെള്ളത്തിൽ ഉണ്ടാക്കുന്ന ഷേക്കിന് പാകമായിട്ടുള്ള ഒരു മധുരം ഉണ്ടാകും. അപ്പൊ ഇതിന്റെ പവർ എന്താണെന്ന് ചോദിച്ചാൽ ഇതും ഹൈ ആന്റി ഓക്സിഡന്റ് പ്രൊവൈഡർ ആണ്. അതുപോലെ ഇതിനകത്തെ ഫ്രക്ടോസ് കൂടുതലുണ്ട്. നമുക്ക് എനർജി ബൂസ്റ്റ് ചെയ്യാൻ ഇത് വളരെ ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് ഗോഡ്ഷുര എന്ന് പറയും. ഗോഡ്ഷുര എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞെരിഞ്ഞിലാണ്. ഞെരിഞ്ഞിലിന്റെ കപ്പാസിറ്റി ഒന്ന് ബോഡി ക്ലെൻസിങ് ആണ്, ഡയൂററ്റിക് ആണ്. അതായത് മൂത്രം ശരീരത്തിൽ നിന്ന് പോകാനായിട്ട് ഒരു ഉത്തേജനം കൊടുക്കും. അതുപോലെ സെക്ഷൽ പവർ കൂട്ടാൻ, കൺസിസ്റ്റൻസി മീൻസ് അവർക്ക് ലോങ് ടൈം സെക്ഷൽ പ്ലേയിൽ എൻഗേജ് ചെയ്ത് ഇരിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി കൊടുക്കും. ആ ഒരു ഹോർമോൺ ലെവൽ ഇൻക്രീസ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മളുടെ കാടമം, അതായത് ഏലക്ക. നമുക്കറിയാൻ പാടില്ലാത്ത ഒരു സാധനവും ഇതിനകത്തില്ല. ആകപ്പാടെ പരിചയമില്ലാത്ത നമ്മുടെ പൈൻ ബാർക്ക് മാത്രമായിരുന്നു. വിശപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ ഡൈജഷൻ കൂടാൻ വേണ്ടിയിട്ട്. വിശപ്പ് കൂടിയാലേ നമ്മൾ ആഹാരം കഴിക്കൂ, ആഹാരം കഴിച്ചാൽ അത് ദഹിക്കണം, ദഹിച്ചു കഴിഞ്ഞാലേ അബ്സോർപ്ഷൻ നടക്കുള്ളൂ. ഇതിനെല്ലാം പറ്റുന്നതാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന കാടമം എന്ന് പറയുന്നത്. നമ്മൾ നോർമൽ ലൈഫില് മസാലക്കൂട്ടുകൾ നിങ്ങൾ ഓർക്കുക, ഒന്നൊന്നിന് പൂരകമായിട്ട് നമ്മളുടെ ദഹനം ശക്തിപ്പെടുത്താനും ദഹിച്ച് അബ്സോർബ് ചെയ്യാനും പാകമായിട്ടാണ് നമ്മളുടെ മസാലകളുള്ളത്. അടുത്തത് ഈ സാധനം എല്ലാവർക്കും പരിചയമുണ്ട്, പിപ്പലി എന്ന് പറയും. നമ്മുടെ കുരുമുളകിന്റെ ചേട്ടന. കുരുമുളകിനേക്കാൾ ഇതിന് ഭയങ്കര എരിവ. കുരുമുളക് വായിലിട്ട് ചവച്ചാൽ അത്ര ബുദ്ധിമുട്ട് തോന്നാറില്ല. പക്ഷെ ഇത് നമുക്ക് ഭയങ്കര തീക്ഷ്ണമായ എരിവാണുള്ളത്. അപ്പൊ ഇതിന് ഹൈ ആന്റി ഓക്സിഡന്റ് ആണ്. ഇത് നമ്മളുടെ ചെറിയ ചുമക്കുള്ള മരുന്നൊക്കെ കൂട്ടുന്നതിനകത്തൊക്കെ നമ്മൾ ഇടാനുണ്ട്. ഇതിന്റെ മെഡിസിനൽ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഹൈ ആണ്. ഇതും ഹൈ ആന്റി ഓക്സിഡന്റ് ആണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു
സംഭവം. അത് ബയോ അവൈലബിലിറ്റി ഏറ്റവും കൂടുതൽ. ഇതുകൂടെ ഈ പ്രോഡക്റ്റിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇത് ഉള്ളിൽ ചെല്ലുമ്പോൾ പിന്നാലെ കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിനെ കൂടുതൽ മെറ്റബോളൈസ് ചെയ്യാനും അബ്സോർബ് ചെയ്യാനും ശരീരത്തിനെ പാകപ്പെടുത്താനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. ബയോ അവൈലബിലിറ്റി ഏറ്റവും കൂട്ടിയെടുക്കാൻ, അതായത് രക്തത്തിൽ പോഷകങ്ങളുടെ അളവിനെ കൂട്ടാൻ ഇത് സഹായിക്കും. പൈപ്പർ നൈഗ്രം നമ്മുടെ കുരുമുളകാണ്. കുരുമുളകിന് നമുക്ക് കുരുമുളകിന്റെ ആ ഒരു എൻസൈം ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ കർക്കമിൻ പോലെയുള്ള സാധനങ്ങൾ അബ്സോർബ് ചെയ്യാൻ, അതായത് മറ്റു ന്യൂട്രിയൻസിന്റെ മറ്റു പോഷകങ്ങളുടെ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് കുരുമുളക് നല്ലതാണ്. കുരുമുളക് ആവശ്യമില്ലാത്ത സിസ്റ്റം ഇല്ല. നമുക്ക് ശരിക്കും നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, ഗ്യാസ്ട്രിക് സിസ്റ്റം ഒക്കെ തന്നെ കുരുമുളക് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് അളവിൽ ഉപയോഗിച്ചാൽ നമുക്ക് ദോഷമില്ലാത്ത മുളകെന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അടുത്തത് പഴമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന കദളിപ്പഴം. നമ്മുടെ ചെറുകദളിയില്ലേ, പൂജയ്ക്ക് എടുക്കുന്ന ടൈപ്പ്, അതാണ് ഈ സംഭവം. നമുക്കറിയാം പഴം എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് എനർജി ബൂസ്റ്റർ ആണ്. ഇപ്പം മാരത്തോൺ ഓടുന്നവരൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ട്രാക്കിൽ കളിക്കുന്നവരാണെങ്കിലും അവർക്ക് ഏറ്റവും പെട്ടെന്ന് എനർജി കൂടാൻ കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് പഴം. മഗ്നീഷ്യം കൂടുതലാണ്, സിങ്ക് കൂടുതലാണ്, കാർബോഹൈഡ്രേറ്റും ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് പ്രത്യേകിച്ച് ഇതിനകത്ത് സുക്രലോസ്, ഫ്രക്ടോസ് കൂടുതലുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ആകുമ്പോൾ പവർ, നല്ലതായിട്ട് പവർ ജനറേറ്റ് ചെയ്യാനായിട്ട് ഇതിന് കപ്പാസിറ്റി ഉണ്ട്. അടുത്തത് ആപ്പിൾ ആണ്. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടം പോലെ കേട്ട ഒരു പരസ്യമാണ്. ഇന്ന് ആപ്പിളിന്റെ പരസ്യം ചെയ്യാറില്ല. ഇന്ന് ഒരു ആപ്പിൾ ഒരു ദിവസം കഴിക്കണം എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് അപ്രാപ്യമായ ലെവലിലേക്ക് വില കൂടുതലാണ്. പിന്നെ ഒറിജിനൽ ആയിട്ട് നല്ല സാധനം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കുറെ അതിന്റെ പണ്ടൊക്കെ തൊലിയോടുകൂടി തിന്നാൻ പറ്റുമായിരുന്നു ബ്ലൈൻഡ് ആയിട്ട്. ഇന്ന് തൊലി തിന്നാൽ നമ്മുടെ വയറ്റിൽ പോകുന്നത് കുറച്ച് വാക്സ് ആയിരിക്കും. ചുമ്മാ നമ്മൾ ഇത് എടുത്തിട്ട് ചെറിയൊരു പിച്ചാത്തി കൊണ്ട് ചിരണ്ടി നോക്കുക, അതിന്റെ പുറത്ത് വാക്സ് ഉണ്ടാവും. വാക്സ് ആണ് അതിന്റെ ഗ്ലേസിങ് കൊടുക്കുന്നത്. അപ്പൊ ആ ഗ്ലേസിങ് കൊണ്ട് നമ്മൾ വിചാരിക്കും ഇത് ബൈ നേച്ചർ കിട്ടിയ ഒരു ഗ്ലേസ് ആയിരിക്കും, നല്ല ആപ്പിൾ എന്ന് വിചാരിച്ചെടുത്തോണ്ട് വന്നാൽ അതിനകത്ത് നമുക്ക് പ്രിസർവേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഗ്ലേസിങ് കൂട്ടാൻ, അട്രാക്റ്റീവ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് വാക്സ്. അതർവൈസ് ആ വാക്സിന് അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പക്ഷെ അതിലെന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഇതിനകത്ത് പോയിരിക്കും. പക്ഷെ എങ്ങനെയാണെങ്കിലും ശരി, നമ്മൾ അതിനെ കഴിക്കുക എന്നുള്ളതാണ്. ആ കഴിക്കുന്ന സമയത്ത് നമ്മളുടെ മാനസികാവസ്ഥ ഇതിൽ എന്ത് വിഷമുണ്ടെന്ന് ചിന്തിക്കാതെ ഇതിൽ എന്ത് ഗുണമുണ്ടെന്ന് ചിന്തിച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വിഷമൊക്കെ പമ്പ കടന്നോളും. ഓക്കെ. ഹൈ ആന്റി ഓക്സിഡന്റ് ഉണ്ട്, വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. കാരണം ഒരുമാതിരി നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ ട്രേസ് എലമെന്റ്സും വൈറ്റമിൻസും ഉള്ള ഒരു ഫ്രൂട്ടാണിത്. ദഹനം നന്നായിട്ട് ഉണ്ടാവാനും ഇത് സഹായിക്കും. പിന്നെ നമ്മളുടെ ജീരകം വിശപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ല ജീരകമാണിത്, പെരുംജീരകമല്ല. ഡൈജഷൻ, വിശപ്പ് കൂടും, അതുപോലെ ദഹനം കൂട്ടിയത്. ഇഞ്ചി നമുക്ക് പരിചയമുള്ളതാണ്. ദഹനക്കേടുണ്ടാവുമ്പം അതുപോലെ തന്നെ ഉള്ളില് നീർക്കെട്ടാണ് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുന്നത്. അതിനൊക്കെ നമ്മൾ ഇഞ്ചി നീര് കുടിക്കും. പല കണ്ടീഷൻസിൽ നമ്മൾ ഇഞ്ചി നീര് ഉപയോഗിക്കാറുണ്ട്. ആന്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ആണ്, അതുപോലെ ഹൈ ആന്റി ഓക്സിഡന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് കോൾഡ് ഒക്കെ വരുന്നവർക്ക് തേൻ ചേർത്ത് ഇത് കൊടുക്കാം, ചുമയ്ക്ക് കൊടുക്കാം. അങ്ങനെ കുറേയധികം ഉപകാരങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗട്ട് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്താൽ അതിന്റെ എന്താ പറയാ, ദഹനം കൂടും, അബ്സോർപ്ഷൻ കൂടും, ക്രമേണ ആൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് പിന്തിരിയാൻ പറ്റും. അടുത്തത് നമ്മുടെ നെല്ലിക്കയാണ്. ഔഷധങ്ങളുടെ കലവറയാണ്. ഇതിനെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട് ഇനത്തിൽ കിട്ടാറുണ്ട്. ആവശ്യമില്ലാത്ത ഷുഗർ കയറ്റി നിറച്ച് അതിനകത്ത് ഫില്ല് ചെയ്ത ഷുഗർ ആണ്. അങ്ങനത്തെ ആ ഡ്രൈ ഫ്രൂട്ട് ലെവലിൽ കിട്ടുന്ന നെല്ലിക്ക ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും. നമ്മൾ നെല്ലിക്ക കഴിക്കുന്നെങ്കിൽ നേരെ പച്ചയ്ക്ക് കഴിക്കുന്നതാണ് ഏറ്റവും ഗുണം. അച്ചാറിട്ട് കഴിഞ്ഞാലും കറി വെച്ച് കഴിഞ്ഞാലും അതിന്റെ ഗുണം കുറെ പോയിട്ടുണ്ടാവും. എത്ര പോയാലും കുറച്ച് അയണും വൈറ്റമിൻ സിയും ഒക്കെ കിട്ടാനായിട്ടുള്ള സാധ്യത കൂടുതലുണ്ട്. ഏറ്റവും നല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഡെയിലി 2 നെല്ലിക്ക വെച്ച് കഴിക്കുന്നത് ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ അവരുടെ ഹീമോഗ്ലോബിൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നല്ലതായിരിക്കും. ഇമ്മ്യൂണിറ്റി കൂടണമെങ്കിൽ വൈറ്റമിൻ സി വേണം, സിങ്ക് വേണം. ഇത് രണ്ടും ഹൈ ആന്റി ഓക്സിഡന്റ് ആണ്. അത് രണ്ടും ഇതിനകത്ത്. അടുത്തത് ഗീ, നെയ്യ്, നറുനെയ്യ് എന്ന് നമ്മൾ പറയും. പശുവിന്റെ പാലിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തത്, മറ്റു പാലുകളല്ല, പശുവിൻ പാലിൽ നിന്ന് എടുത്ത നല്ല നെയ്യുണ്ട്. ആ നെയ്ക്കകത്താണ് ഈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് നമ്മളുടെ പ്രൊഡക്റ്റ് ഉള്ളത്. അതിന്റെ ഗുണം എന്താന്ന് ചോദിച്ചാൽ നെയ്യ് നല്ലൊരു ട്രാൻസ്പോർട്ടിങ് മീഡിയയാണ്. എന്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന?
ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട്, പോഷക ഗുണങ്ങളെ അല്ലെങ്കിൽ ആഹാരത്തിൽ കഴിച്ച സാധനങ്ങൾ ഉണ്ടാവാം, അതല്ലെങ്കിൽ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കുറെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും, അതിലെയൊക്കെ പോഷക ഗുണങ്ങളെ മുന്നോട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് സെല്ലുകളിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാൻ നെയ്യാണ് ട്രാൻസ്പോർട്ട് ഒരു മീഡിയ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നെയ്യ് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. pH വാല്യൂ നോർമൽ ആകും, ഡൈജഷൻ നോർമൽ ആകും, എലിമിനേഷൻ നോർമൽ ആകും, അങ്ങനെ കുറേയധികം ഗുണങ്ങളുണ്ട്. നമുക്ക് വിശ്വാസമുള്ള, നമ്മൾ ഉണ്ടാക്കിയെടുത്ത നെയ്യ് ഉണ്ടെങ്കിൽ ആ നെയ്യ് രാവിലെ കഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഫാറ്റും കൂടില്ല, കൊളസ്ട്രോളും കൂടില്ല. അടുത്തത് ഹണിയാണ്, നാച്ചുറൽ ഹണി. ഹണി ബി, അതായത് നമ്മുടെ തേനീച്ചകൾ ഉൽപ്പാദിപ്പിക്കുന്ന അതേ തേനാണിത്, അല്ലാതെ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ല. അതിനകത്ത് തേൻ്റെ അകത്ത് എന്താ ഉള്ളത്? കാർബോഹൈഡ്രേറ്റ്, എനർജിയാണുള്ളത്. ടേസ്റ്റ് കൊടുക്കും, അതുപോലെ തന്നെ ഒപ്പം എനർജിയും കൊടുക്കും. ബോഡിക്ക് എനർജി കിട്ടുന്നതാണ് ഈ മധുരം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫ്രക്ടോസ് ഉണ്ടാവാം, പിന്നെ സുക്രലോസ് ഉണ്ടാവാം. ഇതൊന്നും ശരിക്കും ബോഡിക്ക് ബേർഡൻ ഇല്ലാതെ ശരീരത്തെ എനർജി കൊടുക്കാം. മറ്റ് ഷുഗർ കഴിക്കുമ്പോൾ, മറ്റാഹാരം കാർബോഹൈഡ്രേറ്റ് കഴിച്ചാൽ അല്പം പണിയെടുത്തെങ്കിൽ മാത്രമേ അത് ഷുഗർ ആയിട്ട് മാറുള്ളൂ. ഷുഗർ ആയിട്ട് മാറിയാൽ മാത്രമേ അവിടെ എനർജി ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഡയറക്റ്റ് എനർജി പ്രൊവൈഡേഴ്സ് ആണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ന്യൂട്രിചാർജ് ഗെയിനർ കൊടുക്കുന്ന സമയത്ത് ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റും കൂടെ കൊടുക്കണം. ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ദിവസത്തിൽ 2 പ്രാവശ്യം, ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ്. 200 മില്ലി വെള്ളത്തില് 1 സാഷേ ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റും 1 സ്കൂപ്പ് ന്യൂട്രിചാർജ് ഗെയിനറും കൂടെ മിക്സ് ചെയ്ത് ആഹാരത്തിന് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പ്. അരമണിക്കൂർ എന്നാണ് ഇതിൽ പറയുന്നത്, 1 മണിക്കൂർ മുമ്പ് കൊടുത്താലും കുഴപ്പമില്ല. അത് കഴിഞ്ഞതിന് ശേഷം ആഹാരം കഴിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, വെയിറ്റ് കൂട്ടുന്ന ഫുഡ് കഴിക്കുക. ഷുഗർ ഉള്ളവർക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു. ഷുഗർ ഉള്ളവർക്ക് നമുക്ക് കൊക്കോ പ്രോഡക്റ്റ് കൊടുത്ത് അവരുടെ ഡയറ്റ് മാനേജ് ചെയ്തുകൊണ്ട് അവർക്ക് പ്രോട്ടീൻ ചെന്ന് അവർ എക്സസൈസും ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് വെയിറ്റ് കൂടാൻ ബുദ്ധിമുട്ടില്ല. ഇത് കൂടുതലും ടീനേജേഴ്സ് ഉണ്ട്, അതുപോലെ 30s ആൾക്കാരുണ്ട്, 40s ആൾക്കാരുണ്ട്. ഒരല്പം എങ്ങനെയെങ്കിലും ഒന്ന് വണ്ണം വെച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേറെ മറ്റു ഒരു പ്രശ്നങ്ങളും ബിപിയോ ഷുഗറോ മറ്റു അസുഖങ്ങളോ ഒന്നുമില്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ കഴിക്കുന്ന ഫുഡ് ഹെൽത്തി ആയിരിക്കണം. ഫാറ്റ് കൂട്ടുന്ന ഫുഡുകൾ, അധികവും ഫാറ്റ് കഴിക്കാതിരിക്കാൻ പറയാം. പിന്നെ പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് തന്നെ കഴിക്കുന്ന ഫുഡ് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് പുതിയ ഫാറ്റായിട്ട് അടിഞ്ഞുകൂടാനുള്ള സാധ്യത കുറവാണ്. എക്സസൈസ് മസ്റ്റായിട്ടും ചെയ്യണം. എക്സസൈസ് ചെയ്താൽ മാത്രമേ മസിലിന് പവർ കൂട്ടുകയുള്ളൂ, മസിലിന് ബലം കിട്ടുകയുള്ളൂ, മസിൽ ജനറേഷൻ കൂടുകയുള്ളൂ. മസിൽ കുറയുന്നതിനെ തടയാൻ പറ്റും. 35 വയസ്സ് കഴിയുമ്പോൾ ശരീരത്തിലെ മസിൽ ഓരോ ശതമാനം കുറയുമെന്ന് പറഞ്ഞാൽ ആ കുറവിനെ നികത്താനും ശരീരത്തിനെ ക്ഷീണമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ഇത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഏറ്റവും എടുത്തു പറയാനുള്ള ഇൻഗ്രീഡിയന്റ് ആണ് ഈ എഴുതിയിരിക്കുന്നത്. നമ്മൾ ന്യൂട്രിചാർജ് ഗെയിനർ കൊടുക്കുന്ന സമയത്ത് ശതാവരി ഉണ്ട്, അതിനകത്ത് അശ്വഗന്ധയുണ്ട്, ഗോക്ഷുരയുണ്ട്, കദളിയുണ്ട്. ഇത് മറ്റ് പ്രൊഡക്റ്റുകളിൽ കമ്പാരിസൺ ചെയ്യുമ്പം മറ്റ് പ്രൊഡക്റ്റുകളിൽ വളരെ കുറച്ചളവിലോ അഥവാ ഇത് പേര് പോലും ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ് ഉള്ളത്. പ്രോട്ടീൻ 15 ഗ്രാം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അത് നമ്മളുടെ ന്യൂട്രിചാർജ് പ്രോഡക്റ്റ് ചെയ്തതിൽ നിന്നാണ്, കൊക്കോ പ്രോഡക്റ്റ്. അപ്പൊ ഇതുകൊണ്ട് നമ്മളുടെ ന്യൂട്രിചാർജ് ഗെയിനറിന്റെ ക്ലാസ് ഇവിടെ തീരാണ്.